കൃത്യമായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളിലൂടെ വികസനം കൈവരിക്കാൻ ശ്രമിച്ചു വരുന്ന പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ മൂക്കന്നൂർ. 1969 സ്ഥാപിതമായ ഈ പഞ്ചായത്തിന് 22.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് ഉള്ളത്. അയ്യമ്പുഴ, കറുകുറ്റി പഞ്ചായത്തുകൾ അതിരുകളായുള്ള ഇവിടെ 4020 വീടുകളിലായി 18,638 പേരാണ് അധിവസിക്കുന്നത്. ആസൂത്രണ നിർവഹണ ഘട്ടങ്ങളിൽ ലഭിച്ച ജനപങ്കാളിത്തം വഴി സേവന പശ്ചാത്തല മേഖലകളിൽ ഉണർവ് പകരാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടുത്തരവാദിത്വവും ജനങ്ങളുടെ പരിപൂർണ സഹകരണവുമാണ് മൂക്കന്നൂരിൻ്റെ വികസനം സാധ്യമാക്കുന്നത്. പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ശുദ്ധജലക്ഷാമം വലിയൊരളവോളം പരിഹരിക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വജൽധാര പദ്ധതി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ പഞ്ചായത്താണ് മൂക്കന്നൂർ. വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. 5 പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ സ്വജൽധാരയിൽ ഉൾപ്പെടുത്തി ഇവിടെ ആവിഷ്കരിച്ചത്. മൂക്കന്നൂർ, മൂലേപ്പാറ, ആഴകം തുരുത്ത്, ശങ്കരൻകുഴി, കോക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ ജലക്ഷാമം പരിഹരിക്കുവാൻ ഈ പദ്ധതികൾക്ക് കഴിഞ്ഞു. %10 ഗുണഭോക്തൃ വിഹിതമുള്ള ഈ പദ്ധതിയിലൂടെ 1800 ഗുണഭോക്താക്കൾക്ക് സ്വന്തം വീട്ടിൽ ഹൗസ് കണക്ഷൻ വഴി കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വഴി 400 കുടുംബങ്ങൾക്കും പഞ്ചായത്തിലുടനീളമുള്ള പൊതുടാപ്പുകൾ വഴി ഭൂരിഭാഗം ജനങ്ങൾക്കും ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. ഞാൻ എൻ്റെ ജനനം മുതൽ എൻ്റെ പൂർവികരായ മാതാപിതാക്കളോടൊപ്പം തന്നെ ഈ കോക്കുന്ന് പ്രദേശത്ത്, മൂക്കന്നൂർ പഞ്ചായത്തിൻ്റെ നടുഭാഗമായ കോക്കുന്ന് പ്രദേശത്ത് സ്ഥിരതാമസമാണ്. ഇവിടെ വർഷങ്ങളേറെയായി കുടിവെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമമായിരുന്നു. ആയതിന് പരിഹാരമായിട്ട് 2008 കമ്മീഷൻ ചെയ്യപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വജലധാര കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ ഇവിടെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായി ഇല്ലാതെയായി. ഈ കോക്കുന്ന് പ്രദേശത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കോക്കുന്നിൽ കുന്നിൻ്റെ മുകളിൽ വെള്ളം ലഭിക്കുക എന്നുള്ള അതിപ്രഗത്തായ ഒരു സ്കീമായി ഞങ്ങളിതിന് ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങൾക്കിത് ഈ പ്രദേശത്ത് പൂർണ്ണമായും കുടിവെള്ളക്ഷാമം ഒഴിവാക്കാൻ സാധിച്ചു. പണ്ട് കാലം മുതൽ തന്നെ കുന്നിൻ്റെ മുകളിൽ നിന്ന് പാത്രങ്ങളുമായി കുടിവെള്ളത്തിന് താഴേക്ക് ഇറങ്ങുന്ന ഒരു ദാരുണമായ കാഴ്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വജലധാര കുടിവെള്ള പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ അഹോരാത്രം പണിയെടുത്ത് ദിനരാത്രങ്ങൾ പണിയെടുത്ത് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത്. 20 ലക്ഷത്തിന് മുകളിൽ ചെലവ് ചെയ്ത് ഇവിടെയുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടി വളരെ കഷ്ടപ്പെട്ട് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി ഏതാണ്ട് 12 കിലോമീറ്ററോളം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. 400-ലേറെ കുടുംബങ്ങൾ ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതിയിൽ ഉപഭോക്താക്കളായിട്ട് സുഭിക്ഷമായി 24 മണിക്കൂറും കിണറിൽ നിന്നുള്ള ശുദ്ധജലം ഉപയോഗിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. വീടുകളിലേക്ക് പൈപ്പുകൾ വഴി ജലം ലഭ്യമാക്കുന്ന പദ്ധതിയും വിജയകരമാണ്. വാട്ടർ അതോറിറ്റിയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഈ സംവിധാനത്തിലൂടെ ഇവിടത്തുകാർക്ക് ജലം ലഭിക്കുന്നത്. പഞ്ചായത്തിൽ കിണറുകളില്ലാത്ത മിക്ക കുടുംബങ്ങളും ഈ പദ്ധതിയുടെ ഉപഭോക്താക്കളാണ്. പഞ്ചായത്തിലെ പൊതുജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ ധാരാളം പദ്ധതികളാണ് മൂക്കന്നൂരുകാർ ആവിഷ്കരിച്ചത്. പഞ്ചായത്തിൽ മൊത്തമുള്ള 15 ചിറകളിൽ 10 എണ്ണം പുനരുദ്ധരിക്കാൻ ഇവർക്ക് സാധിച്ചു. ചിറകൾ കരിങ്കൽ കെട്ടി സംരക്ഷിച്ചതിലൂടെ കിണറുകൾക്ക് പുറമെ മറ്റൊരു ജലസ്രോതസ് ഉപയോഗപ്രദമാക്കുവാൻ മൂക്കന്നൂർ പഞ്ചായത്തിന് കഴിഞ്ഞു. പുത്തൻപാലം, പാണ്ടിയപ്പള്ളി, ഭരണിപ്പറമ്പ്, മൂലേപ്പാറ, കുട്ടാടം, എടലക്കാട്, ശങ്കരൻകുഴി എന്നീ തോടുകളുടെ പുനരുദ്ധാരണവും സംരക്ഷണവും ഏറ്റെടുക്കുവാനും പഞ്ചായത്തിന് സാധിച്ചു. ഇതുമൂലം ഗാർഹിക ആവശ്യങ്ങൾക്കും കൃഷിക്കുമുള്ള ജലം ധാരാളമായി ലഭിക്കുന്നതിനുള്ള സാഹചര്യം പഞ്ചായത്തിലുണ്ടായി. ചിറ സംരക്ഷണത്തിനു പുറമെ ലെഡിൻ ചാനലുകൾ നിർമ്മിക്കാനും പഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി ക്ലാസുകളിലേക്ക് സ്വന്തം കുട്ടികളെ അയക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഇവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കുമില്ല. ഇതുമൂലം കുട്ടികളുടെ ബാല്യത്തിൽ ലഭിക്കേണ്ടതായ വിദ്യാഭ്യാസത്തിന് അനുഭവപ്പെട്ട പ്രതിസന്ധി മറികടക്കുവാൻ അംഗൻവാടികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തി. 10ഓളം അംഗൻവാടികൾ പഞ്ചായത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
ഇവയിൽ 4 മാത്രമേ സ്വന്തമായി കെട്ടിടമുണ്ടായിരുന്നുള്ളൂ. ഇവയ്ക്ക് സ്ഥലവും കെട്ടിടവും ആർജിക്കുന്നതിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതിന്റെ ഫലമായി 6 സ്ഥലം വാങ്ങാനും 4 കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞു. ഭൂമിക്ക് പൊന്നിൻ വിലയുള്ള കാലഘട്ടത്തിൽ 2 അംഗൻവാടികൾക്ക് സ്ഥലം ലഭ്യമാക്കാനും മറ്റ് 2 അംഗൻവാടികളുടെ പണി തുടങ്ങാനും മൂക്കന്നൂർ പഞ്ചായത്തിന് സാധിച്ചു. ദരിദ്ര കോളനികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അനവധി കുരുന്നുകൾക്ക് ഇവിടം അറിവിന്റെ അമൃതൂട്ടുന്നു. വസ്തുവില വാനോളം ഉയർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഏക്കർ സ്ഥലവും പഞ്ചായത്തിൻ്റെ വക സ്വന്തമായി വാങ്ങിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഭരണസമിതിയുടെ ഒരു വലിയ നേട്ടമായി ഞാൻ കരുതുകയാണ്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. 186 അയൽക്കൂട്ടങ്ങളുള്ള കുടുംബശ്രീയിൽ 2650 കുടുംബാംഗങ്ങൾ ഇതിൽ മെമ്പർമാരാണ്. കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടി ഓരോ അയൽക്കൂട്ടത്തിനും നമ്മൾ 17 ലക്ഷം രൂപ വരെ അവരുടെ റിവോൾവിംഗ് ഫണ്ടായി നൽകിയിരിക്കുന്നു. ഇവിടുത്തെ കാർഷിക മേഖല മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉണർവിന്റെ പാതയിലല്ല. സാങ്കേതിക വിദ്യാഭ്യാസം, നഴ്സിംഗ്, IT മുതലായ രംഗങ്ങളിൽ പഠിച്ച് ഇന്ത്യക്ക് അകത്തും പുറത്തും ജോലി ചെയ്ത് നല്ല വരുമാനം തേടുന്നവരുടെ എണ്ണത്തിൽ വന്ന വർധനവാണ് കാർഷിക രംഗത്തെ അപജയത്തിനുള്ള പ്രധാന കാരണം. ഒപ്പം ഭൂമിയുടെ വിലയിലും കൃഷിച്ചെലവിലും ഉണ്ടായ വർധനവ് മൂലം മണ്ണിൽ തൊടാതെ എങ്ങനെ ജീവിക്കാമെന്നാണ് പലരും ആലോചിക്കുന്നത്. നെൽകൃഷി ഏകദേശം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെങ്കിലും വാഴ, കപ്പ എന്നീ കൃഷികൾ സജീവമാണ് ഇവിടെ. കൂടാതെ പൈനാപ്പിൾ, ജാതി, റബ്ബർ എന്നിവയിൽ പൂർണ്ണ മനസ്സോടെ ആശ്രയിച്ചിരിക്കുന്ന കർഷകർ ഇവിടെ നിരവധിയാണ്. ഒപ്പം കൂൺ കൃഷിയും കുറേ കുടുംബങ്ങൾ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. റബ്ബർ കൃഷി ചെറിയ പുരയിടങ്ങളിൽ പോലും സജീവമാണ്. ഉൽപാദന മേഖലയിൽ പുരയിട കൃഷി വികസനത്തിൽ ഉൾപ്പെടുത്തി കിണറുകൾ സൃഷ്ടിക്കാനും പമ്പ് സെറ്റുകളും സ്പ്രേയറുകളും വിതരണം ചെയ്യാനും കഴിഞ്ഞത് അഭിമാനിക്കത്തക്കതാണ്. ഹൈടെക് ജില്ലയായി മാറിക്കൊണ്ടിരിക്കുന്ന എറണാകുളത്തിൽ ഉൾപ്പെടുന്ന ഗ്രാമമാണെങ്കിലും ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഗ്രാമത്തിൻ്റെ ഭൂപ്രകൃതിയിൽ കുറേ ഭാഗം ഉയർന്ന ഭൂപ്രദേശങ്ങളാകയാൽ റോഡ് നിർമ്മാണം വളരെയധികം ക്ലേശകരമാണ്. ഉദ്ദേശം 39 കിലോമീറ്റർ ദൂരം ടാർ ചെയ്യുന്നതിനും 23 കിലോമീറ്റർ മെറ്റൽ ചെയ്യുന്നതിനും കുറേ റോഡുകൾ പുതുതായി സൃഷ്ടിക്കുന്നതിനും മൂക്കന്നൂർ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ ഭൂപ്രകൃതിയാൽ അനുഗ്രഹീതമായ ഈ പ്രദേശം ദൂരവ്യാപകമായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളാൽ വികസിതമാകുക തന്നെ ചെയ്യും. മൂക്കന്നൂരിലെ ജനപ്രതിനിധികളും നാട്ടുകാരും അത്തരമൊരു കാലം തന്നെയാണ് സ്വപ്നം കാണുന്നത്.